ഹായ്, നോക്കൂ. ബാഗും ധരിച്ച് അതാ നമ്മുടെ തോമസ് സ്കൂൾ കുട്ടിയായി വരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുട്ടിക്കാലത്തേക്കുള്ളൊരു നടത്തം കൂടിയാണ് ഈ പുഴ നടത്തം. ഞങ്ങളത് ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ഇവയെല്ലാം കണ്ട് എങ്കിലും നിങ്ങളും ഞങ്ങളെ കൂടെ ആസ്വദിച്ച് മുന്നോട്ട് വരണമേ. മനോഹരമായ കാഴ്ചകൾ ഒന്നിനൊന്ന് മികച്ചതായി വരികയാണ്. ഓരോ ഫ്രെയിമുകളും നയനാനന്ദകരമാണ്, മനസ്സിനെ കുളിരണിയിക്കുന്നു. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അനുഭവം തന്നെയാണ് കേട്ടോ. നോക്കൂ, എന്താണ് അതിൻ്റെ ഒരു ഭംഗി. ജലത്തിൽ അവയുടെ ഛായ ജലഛായയായി മാറിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു കൂട്ടം പനകൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു. പണ്ട് യക്ഷികൾ ഇത്തരം പനങ്കാടുകളിലായിരുന്നു പോലും ജീവിച്ചിരുന്നത്, വസിച്ചിരുന്നത്. അവരുടെ വാർമുടി കാർക്കൂന്തലാണ് ഈ പനയുടെ കുലകൾ ഇടതിങ്ങിയ ഇടതൂർന്ന ഇരുണ്ട ഈ പനങ്കുലകളായിരുന്നു പോലും അവരുടെ കാർക്കൂന്തൽ. എന്തായാലും അത് കേൾക്കുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന കാഴ്ചയാണ് കേട്ടോ. അതാ ഒരു അനാക്കോണ്ട. അയ്യോ, വളരെ നീളമുള്ള വണ്ണമുള്ള അനാക്കോണ്ട പോലെ. ഒന്ന് നോക്കിയേ, എന്താണെന്ന് അറിയില്ലേ? അനാക്കോണ്ട വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവിൽ നേരിട്ട് കണ്ടതാണ്. കണ്ടതിൽ ഏറ്റവും വലിയ പാമ്പുകൾ തന്നെയാണ് കേട്ടോ ഈ അനാക്കോണ്ട. സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഭീകരമായ ഒരു ജീവി തന്നെയാണ് ഇവ. എന്തിനുള്ള പുറപ്പാടാ തോമസേ? ബാഗൊക്കെ അഴിച്ചു വെച്ച് വീഴല്ലേ. ഓ, നല്ല പോസിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ. ഉഷാർ. ഒരു കയ്യടി ഉണ്ട് കേട്ടോ തോമസേ. ഉഷാറായിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ ഈ എപ്പിസോഡിൽ. സന്തോഷമായി. അനാക്കോണ്ട പോലെ തന്നെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നല്ല വലിപ്പമുള്ള ഒരു തെങ്ങിൻ തടിയാണിവ. നോക്കൂ, അവയുടെ മൂട്ടിലായിട്ട് വേരിൻ പടലങ്ങൾ തന്നെ. ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു വേരുകൾ. പണ്ട് പഠിച്ചിട്ടില്ലേ കുട്ടിക്കാലത്ത്? ചെടിയുടെ ഭാഗങ്ങൾ പഠിച്ചിരിക്കുമ്പോൾ വേരിൻ്റെ ധർമ്മം എന്താണെന്ന് കാണാതെ പഠിച്ചിട്ടുണ്ട്. കണ്ടു പഠിക്കാൻ നമുക്ക് അവസരം കിട്ടിയിരുന്നില്ല. വേര് ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അത്യാവശ്യം വെള്ളമുള്ള സ്ഥലമാണ് ഇവിടെ കേട്ടോ. ഓളങ്ങൾ, എന്താണ് ഭംഗി. ഓളങ്ങൾ തിര തല്ലുന്നു എന്ന് പറഞ്ഞതുപോലെ
മനോഹരമായ കാഴ്ച തന്നെയാണ്. നോക്കൂ, മയിൽ പീലി വിടർത്തിയതുപോലെയുണ്ട്. മുളങ്കാടുകൾ, ഓടക്കാടുകൾ. ഈ മുളയും ഓടയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം ഓടകളാണ്, വണ്ണം കുറഞ്ഞവ. എന്നാൽ മുളയുടെ തടി ഓടയുടെ തടിയേക്കാൾ വണ്ണമുണ്ടായിരിക്കും, നീളം കൂടുതലുണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത നോക്കൂ, ഓടയുടെ ഇല വലുതും മുളയുടെ ഇല ചെറുതുമായിരിക്കും. ഓടക്കാട് ആനയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പുഴയുടെ തീരങ്ങളിലേക്ക് ആന വെള്ളം കുടിക്കാനായും അതുപോലെ ഈ ഓടക്കാടുകളുടെ ഇലകൾ തിന്നാനായിട്ട് വരാറുണ്ടെന്നാണ് പറയുന്നത്. നോക്കൂ, ഒരു ചുവന്ന തുമ്പി പാറി പറക്കുന്നത് കണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഒരു ചുവന്ന തുമ്പി ഈ വെള്ളത്തിന് മുകളിൽ കൂടി പാറി നടക്കുന്നുണ്ട്. മനോഹരമായ കാതുകളെ ത്രസിപ്പിക്കുന്ന പക്ഷികളുടെ കിളിനാദം. ഇവിടെ നോക്കിയ എഴുത്തച്ഛൻ എന്ന ജീവിയാണ്. ആ വെള്ളത്തിൽ ഇങ്ങനെ ഓടി നടക്കുന്നത് കണ്ടോ? അവ വെള്ളത്തിൽ ഇങ്ങനെ വരകൾ വരയ്ക്കും. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. വേരിൻ പടലങ്ങൾ തന്നെ. ഇവയാണ് സുനാമിയെ പോലും തടഞ്ഞു നിർത്താൻ കഴിവുള്ള മരങ്ങളുടെ രഹസ്യം. കണ്ടൽക്കാടുകൾക്കെല്ലാം സുനാമിയെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. നോക്കൂ, ഈ വെള്ളത്തിൽ കണ്ടോ മിന്നി മിന്നിക്കൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം എഴുത്തച്ഛൻ എന്ന ജീവിയാണ്. 6 കാലുകളുള്ള എട്ടുകാലി പോലെയുള്ള ഒരു ജീവി വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഓടി നടക്കും. ആ സമയത്ത് ജലത്തിൽ ഇതുപോലുള്ള ചിത്രങ്ങളും വരകളുമൊക്കെ അവ വരയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് എഴുത്തച്ഛൻ എന്ന് പേര് ലഭിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇതാ വളരെ 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 പഴക്കമുള്ള ഒരു മരത്തടി. അവ ഫോസിലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. ഓ, വീണ്ടും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ്. എന്തായാലും ഇതുപോലെ നല്ല 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 ഫോട്ടോ ലൊക്കേഷനുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നോക്കിയേ, ഈ പാറക്കൂട്ടങ്ങൾ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ. ഏകദേശം എല്ലാ പാറകളും ഉരുണ്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനുമുണ്ടൊരു രഹസ്യം. എങ്ങനെയാണ് ഈ പാറകൾ ഉരുണ്ട് വരുന്നത് അറിയോ? ശക്തമായ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ ഈ പാറക്കൂട്ടങ്ങൾ കൂട്ടിമുട്ടി അവ ഉരുണ്ട് വൃത്താകൃതിയിലാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. നല്ല കാഴ്ച. നോക്കിയേ, എനിക്കും ഒരു പൂതി, ഒരാഗ്രഹം ഉണ്ട് കേട്ടോ. ഇതാ ഞാനും ഇവിടെ ഒന്ന് ഇരിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഫോട്ടോ? പോരെ? ശരിയായിട്ടില്ല അല്ലേ? എന്നാൽ ഞാൻ പോയി നോക്കട്ടെ ഒന്നും കൂടി. ഇതാ പ്രകൃതി ഇവിടെ ഒരു സിംഹാസനം ഒരുക്കിയിട്ടുണ്ട്. ഈ സിംഹാസനത്തിലൊക്കെ ഇരിക്കാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്കും വേണ്ടേ? വരൂ ഞങ്ങളുടെ കൂടെ. നോക്കൂ, പാറക്കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചു.